ഞങ്ങൾ 10 മിനിറ്റ് മുമ്പ് ഈ ചായക്കടയിൽ വന്നതാണ്. പക്ഷെ ചായക്കടയിൽ വന്നിട്ട് ചായയുടെ മണം അടിച്ചു. വീണ്ടും നമ്മൾ വിശന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ചായക്കടയിൽ കയറാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ സ്വാതി ചേച്ചി ഇവിടെ ഉണ്ട്, ജിയാനും ഉണ്ട്, നമ്മുടെ ജാനിസ് ചേച്ചി ഉണ്ട്, ജയ്യൂസ് അവിടെ എല്ലാരും ഉണ്ട്. പുള്ളി ഗൂഗിളാണ്. അപ്പോൾ സുന്ദർ പിച്ച ഇപ്പൊ വിളിക്കുന്നു പറഞ്ഞ് പുള്ളി അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിപ്പോ അടുത്തതായിട്ട് നമ്മൾ കയറുന്നത് ചായയിൽ മധുരവും ഇല്ല കടുപ്പവും ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസയും ഇല്ല. ജോസേട്ടന്റെ കട വിട്ട് കഴിഞ്ഞാൽ ഈ ചായക്കടയിലെ ബെസ്റ്റ് ചായ കിട്ടുന്നത് നമുക്ക് എന്നാന്ന് കുടിച്ചു നോക്കാം. ഗൈസ്, എന്നാ വിശേഷം? ഞങ്ങൾ ഇവിടെ ഒരു ചായക്കടയിൽ വന്നിരിക്കുകയാണ്. ഒർലാൻഡോയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി തന്നെ ഇവിടെ ഒരു കാലിഫോർണിയയിൽ 2 ഫ്ലൈറ്റ്, അതായത് ഒരു ലേ ഓവർ ആയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ജയ്യൂസ് ഗൂഗിളിൽ പണിയെടുക്കുന്ന ജയ്യൂസ് പറഞ്ഞു ഇവിടെ ചായക്കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രാൻഡ് ഓപ്പണിംഗ് എന്നുള്ള ബോർഡ് പോലെ അവർ ഇതിൽ എടുത്തിട്ടില്ല, വേണമെങ്കിൽ അങ്ങോട്ട് കാണിച്ചു നോക്കി. ഗ്രാൻഡ് ഓപ്പണിംഗ് സ്റ്റിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ കടയുടെ ഒരു ആംബിയൻസ്, നല്ല നൈസ് സെറ്റപ്പ് ആണ്. പിന്നെ അങ്ങനെയൊന്നും വിശ്വസിക്കണ്ട. ഇവന് ഹിൽട്ടണിലൊക്കെ വർക്ക് ചെയ്യുന്ന ചെഫാണ്, അതുകൊണ്ട് അന്ന് അവൻ നിങ്ങൾ വിശ്വസിക്കേണ്ട ഇവിടുത്തെ കടയിലെ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഈ ചായക്കട നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ കുറെ വെജ് പഫ് ഉണ്ട്. ഇതിന്റെ അടുത്തുകൊണ്ടോ വെജ് പഫ് ഉണ്ട്, എഗ് ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടും, സെയിം ടേസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ചേച്ചി അവിടെ ഉണ്ട്, ഒരു യെല്ലോ ഷർട്ട് ഇട്ടിട്ട്, പുള്ളിക്കാരുടെ പേര് എനിക്കറിയില്ല. പിന്നെ ഗൈസ് നിങ്ങൾ ഈ മെനു ഒക്കെ നോക്കണം, വെറൈറ്റി ടൈപ്സ് ഓഫ് ചായയാണ് ഇവിടെ. മിൽക്ക് ഷേക്ക് ഉണ്ട്, എല്ലാ ചായയും. ഞാൻ ഈ ചായയുടെ പേരൊന്നും കേട്ടിട്ടില്ല എന്റെ ജീവിതകാലത്തിൽ. പിന്നെ ഷാർജ ഷേക്ക്, നമ്മളെ ദുബായിലെ ഷേക്ക് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്നാ പറയാ, പിന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇവന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന് ആകെ ഒരു വയറേ ഉള്ളൂ. ഒരു വയറേ ഇവനറിയാം, അതാണ് അവന്റെ മേടിക്കേണ്ടി വരും ഗൈസ്. കാരണം ഇത്രയും മെനു ഉള്ളതുകൊണ്ട് എന്ത് കഴിക്കണമെന്ന് അറിയത്തില്ല. അതാണ് ചേച്ചിയല്ലേ ഓണർ? ആ, അപ്പൊ നമ്മൾ ചേച്ചിയെ പരിചയപ്പെടാൻ പോവാ. ചേച്ചിയുടെ പേരെന്നായിരുന്നു? അലീന. ചേച്ചി നാട്ടിലെവിടെയാ? ആ, കോട്ടയംകാരിയാണ്. ചേച്ചിയാണ് ഏറ്റവും ബെസ്റ്റ് ചായ ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ ചേച്ചിയാണ് ഏറ്റവും ബെസ്റ്റ് ചായ. ചേച്ചിയുടെ ചായ നമ്മൾ കുടിക്കാൻ വേണ്ടി ഓർലാൻഡോ ഇവിടെ വന്നു ഗൈസ്. യെസ്. അപ്പൊ നിങ്ങളുടെ കടയെ കുറിച്ച് ഒരു 2 വാക്ക്. കടയെ കുറിച്ച് പാഷൻ പ്രോജക്ട്. സോ മലയാളികൾക്ക് വേണ്ടി ദിസ് ഫസ്റ്റ് ചായക്കട ഇൻ ഓൾ ഓഫ് അമേരിക്ക. സോ വി ഹാവ് എ ലോട്ട് ഓഫ് മലയാളി റെസ്റ്റോറന്റ്സ്. പക്ഷെ ചായക്കടയായിട്ട് ആരും ചെയ്തിട്ടില്ല. 10-20 സ്നാക്സ് എന്നും പ്രിപ്പയർ ചെയ്യണം. സോ ഗൈസ് അതെനിക്ക് മനസ്സിലായി. എങ്ങനെയാന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ ചായക്കട എന്നടിക്കുമ്പോ ഇവരുടെ കട മാത്രമേ വരുന്നുള്ളൂ. അതാണ് ഇതിന്റെ വെറൈറ്റി. അല്ല, നമ്മളെ US ഞാൻ അടിച്ചപ്പോഴേക്കും ഇത് മാത്രമേ വന്നുള്ളൂ ഗൈസ്. അപ്പം ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ കുറെ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പോവാ. നമ്മളിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാം ട്രൈ ചെയ്യണം. ഇത് അവരവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടോ? അവരൊക്കെ നല്ല ഹൈജീനോടെ ക്യാപ്പൊക്കെ വീർ ചെയ്താണ്, നല്ല ഭയങ്കര ഹൈജീൻ ക്ലാസ്സുമായിട്ട് എല്ലാം ആയിട്ടാണ് അവര് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല. ഇവിടത്തെ മന്തി, ഇവിടത്തെ പൊറോട്ടയും കറിയും, കിഴി പൊറോട്ടയും, മട്ടൺ റൈസ് ബോളും എല്ലാം നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ഇപ്പൊ എല്ലാവരും വരൂ, ചായക്കടയിൽ വരുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ചായക്കട. അമേരിക്ക തന്നെ, അമേരിക്കയിൽ ഏറ്റവും അറിയപ്പെടുന്ന ചായക്കടയാണിത്. അപ്പൊ ഇവിടെ വരിക, കുടിക്കുക, അടിച്ചു പൊളിക്കുക. ഇതിന്ന് ഞാൻ കേരള ചായ, വൈറ്റ് ചോക്ലേറ്റ് ചായ, പിന്നെ ഇവിടെ ഷാർജ ഉണ്ട്, ഷാർജ ഷേക്ക് കിട്ടും. പിന്നെ ഹോർലിക്സ് ഉണ്ട്, മാംഗോ ലസ്സി അടിപൊളിയാണ്. പിന്നെ പഴംപൊരി, പൊട്ടറ്റോ ബോണ്ട, കേരള പൊറോട്ടയും കറി, ഇവിടുത്തെ ചിക്കൻ റോസ്റ്റ് എല്ലാം. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ആണ് കേട്ടോ, കേരള. ഇത് ജയ്യൂസിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഡെയിലി വരിക, ചായ കുടിക്കുക, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക, ഗൂഗിളിൽ ചെന്ന് പണിയെടുക്കുക. ഇതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി. അപ്പൊ ഉണ്ണി, എങ്ങനെയുണ്ട് ഫുഡ്? ഇങ്ങനെ വായി വെക്കുമ്പോ തന്നെ ഒരു ക്രിസ്പി, ഇങ്ങനെ ചൂട് പപ്സ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വരികയാണ്. ഇപ്പൊ അത് ഇവിടെ ഇങ്ങനെ തൊണ്ടെന്ന് ഇറങ്ങി. ഇനി ഒരു ചായയും കൂടെ ചെല്ലുമ്പോ ഞാൻ കറക്റ്റ് അഭിപ്രായം. സ്വാതിക്ക് എന്താ പറയാനുള്ളത്? ചൂട് പപ്സ് മെൽറ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല, നല്ലതാണ്. വന്നപ്പോ തുടങ്ങി ഞാൻ പഴംപൊരി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പഴംപൊരി വരണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഫുഡൊന്നും വന്നിട്ടില്ല, അത് കഴിയുമ്പോ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ജാനിസ് എന്താ പറയാനുള്ളത്? സൂപ്പർ. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഷെഫ് ഫുഡ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഫുഡ് ദാ എടുത്തോണ്ട് ദാ വരുന്നു സ്ലോ മോഷനില്. എന്റെ കപ്പയും മീൻകറിയും എത്തിയിട്ടുണ്ട്. പിന്നെ സ്വാതി ചേച്ചിയുടെ പഴംപൊരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും ഞാനിപ്പോ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഞാൻ സ്വാതി ചേച്ചിക്ക് പഴംപൊരി കൊണ്ടുവന്നു. നൈസ് പഴംപൊരി കേട്ടോ, നല്ല പഴംപൊരി, നല്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്, ക്രിസ്പി ആയിട്ട്. അപ്പൊ അബി, നമ്മുടെ ഷെഫ് ഇവിടെ മീൻകറിയും കപ്പയും കഴിക്കാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറെ സ്പൂണൊക്കെ എടുത്തേച്ച് വന്നു. അപ്പോൾ
അപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഷെഫ് ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. തുടങ്ങി. ഇല്ല ഷെഫ് തുടങ്ങും. ഷെഫാണ് തുടങ്ങിയത്. അയ്യോ ഷെഫ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആ അഭിപ്രായം അറിയണം. എങ്ങനെയുണ്ട്? നൈസ് സാധനം. Nice ആ. മീൻകറി നല്ല അടിപൊളിയാ. പിന്നെ കപ്പയും നല്ലോണം അവർ ടെമ്പർ ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി തന്നു. യെസ്, സൂപ്പർ പഴംപൊരിയാണ്. അടിപൊളി ക്രിസ്പി പഴംപൊരിയാണ്, നല്ല ടേസ്റ്റ് ആണ്. എന്റെ അഭിപ്രായം പെട്ടെന്ന് ഇനിയും ഒരുപാട് ഫുഡുകൾ ഇവിടെ ഉണ്ട്. കഴിക്കുക. സൂപ്പർ ഫുഡുകളാണ് എല്ലാം. നല്ല ഫുഡായിട്ട് ഹോംലി ഫുഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഷെഫ് അടക്കം, നമ്മൾ ഒർലാൻഡോ ഷെഫ് അടക്കം അപ്രൂവ്ഡ് ആണ്. അപ്പം ഷെഫ് അടക്കം പറഞ്ഞ സ്ഥിതിക്ക് വരിക, കഴിക്കുക, എൻജോയ് ചെയ്യുക. അങ്ങനെ അഭി ഇതേ നമ്മുടെ ഷെഫ് അടുത്ത ഡിഷായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ. മട്ടൻ കിഴി പൊറോട്ട അങ്ങോട്ട് കൊടുക്കുക, അവരത് ഓപ്പൺ ചെയ്യുന്നു. അതായത് ഉണ്ണിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ഉണ്ണിയാണ് ഉദ്ഘാടനം. നമ്മളെ അടുത്ത കപ്പിളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നു ഓപ്പണിംഗ്. അപ്പൊ ഉണ്ണി ഇവിടെ മട്ടൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇച്ചിരി തിരക്കിലാണ്. അതിന്റെ തിരക്കില്ല. നിനക്ക് ഒരു ചാറും തരുന്നില്ല. ആ വെള്ളം വെള്ളം ചോറ് സൂപ്പറാ സൂപ്പറാ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ അല്ലേ? സൂപ്പർ 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 അല്ലേ? നല്ല ഇലയില് പൊതിഞ്ഞ് നല്ല സ്റ്റീം ചെയ്ത കിഴി പൊറോട്ട വിത്ത് മട്ടൻ. തോന്നുന്ന ഇച്ചിരി ഇവിടെ പുറത്ത് ഇച്ചിരി സ്നോയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നൈസ് ആയിരുന്നു. ഈ തണുപ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഐറ്റം ഇതാണ്. ഇതും ഒരു ചായയും അല്ലേ? കട്ടൻ ചായയും. പക്ഷേ ഈ മട്ടൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി മട്ടൻ ബിരിയാണി കൂടി എടുത്തു. എന്നിട്ട് ബാക്കി കിടക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. സ്വാതിയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പറഞ്ഞ്. അതെ, കഴിക്കാൻ ചെയ്യാൻ പറഞ്ഞല്ലേ? വാവ്, ഇത് നല്ല നല്ല വിട്ട് സോഫ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ലൂസ് ആയിട്ട് വരുന്നത്. സൂപ്പർ സൂപ്പർ. ഓക്കെ, സ്വാതി അപ്രൂവ്. അത് എന്തെങ്കിലും കുറവുണ്ടോ? സൂപ്പർ. എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഇല്ല. എടി വിടറി, എടി വിടറി. നീ ഇവിടെ മിണ്ടാതിരിക്ക്. നീ മിണ്ടാതിരിക്ക്. ഞങ്ങൾ കഴിക്കട്ടെ. Extra. ആ ഓക്കെ. എന്നാ അവസാനം കിഴി പൊറോട്ട കഴിച്ച് അടിയായി സീനിരിക്കുകയാണ്. കൊച്ചടക്കം കറഞ്ഞു പോയി. നിങ്ങൾ കിഴി പൊറോട്ട മേടിക്കുമ്പോൾ ഇത്ര പ്ലാൻ ചെയ്ത് മേടിക്കണം. അതെ, ഇനഫ് ഉണ്ടോന്ന് 2 കിഴി പൊറോട്ട മേടിക്കുകയാണെങ്കിൽ 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുക. ഷെയർ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ഇല്ല, അത്ര ടേസ്റ്റ് ആയിരുന്നു. കപ്പിൾസായിട്ട് വരുവാണെങ്കിൽ 2 മേടിക്കുന്നതായിരിക്കും ഭേദം. അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് പോകേണ്ട വരും ഇവിടെ നിന്ന് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ആലോചിച്ച് പറക്കി നിങ്ങൾ മേടിക്കുക. ആലോചിച്ചിട്ട് വേണം മേടിക്കാനായിട്ട്. ഇടയ്ക്ക് നിങ്ങൾ ഒരു മോശപ്പേര് ഉണ്ടാക്കാൻ പാടില്ല. ഡിവോഴ്സ് ആയിട്ട് ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് കേട്ടോ. മോഡേൺ തട്ടുകട ആ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ഇപ്പൊ ഇവര് തമ്മിൽ ഡിവോഴ്സ് ആവാത്ത കാരണം ജിയാനിസ് ആണ്. അവൻ തന്നെ അടിച്ച് അവൻ തന്നെ അതെ അതെ, അതുകൊണ്ട് അത് കണ്ട് അലിഞ്ഞിരിക്കുക നമ്മളെ കപ്പിൾസ്. ഇതിന്റെ ബാക്കി ഞങ്ങള് കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് മിക്കവാറും ഒരു അടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ ഒരു പടത്തിന്റെ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചായക്കടയിൽ കഴിച്ച് എല്ലാരും സാറ്റിസ്ഫൈഡ് ആയി. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു. വയറ് നിറഞ്ഞിരിക്കുക. ഇനിയൊന്നും നിൽക്കാൻ പറ്റാതെ അവിടെ നിൽക്കുന്ന അങ്ങോട്ട് കാണിച്ചോളൂ. ജയൂസ് ഒക്കെ എവിടെ നിൽക്കുന്നതെന്ന് പോലും ഓർമ്മയില്ല. വൺ പാക്ക് ആയിട്ടുണ്ട്. അല്ല, ജയൂസിനൊക്കെ എവിടെ നിൽക്കുന്നതെന്ന് പോലും ഓർമ്മയില്ല. മാറി നിൽക്കുക. സോ അപ്പൊ നമ്മൾ അലിന ചേച്ചിയോട് ഒരു ബായ് പറയുവാണ്. ബായ്. അപ്പൊ എല്ലാം അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. സൂപ്പർ. അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ തിരക്ക് മനസ്സിലായി. അപ്പോൾ ഏറ്റവും പറയുന്ന ഈ തിരക്കിലും നല്ല ചിരിച്ചുകൊണ്ട് നല്ല കസ്റ്റമർ സർവീസ് ആണ് ഇവിടുത്തെ. അല്ല, ആക്ച്വലി വൺ ഓഫ് ദി ബെസ്റ്റ് കസ്റ്റമർ സർവീസ് ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക്. അതെ, തീർച്ചയായിട്ടും വൺ ഓഫ് ദി ബെസ്റ്റ് കസ്റ്റമർ സർവീസ്. നമ്മൾ പോവുക. ഇനി ഇവിടെ വരാൻ ചാൻസ് കിട്ടിയ എബ്രാം വന്നിട്ടുണ്ടോ ഇവിടെ? ആണോ? അതന്നെ. നമുക്ക് ഇനി വരാൻ പറ്റുമോ അറിയില്ല. വരാൻ പറ്റുവാണെങ്കിൽ ഒന്നുകൂടെ വന്നിട്ട് നമ്മൾ ഓർലാൻഡോ പോവാം. ഇവിടെ പോവാനോ? അയ്യോ വേണ്ട, നമ്മളെ പണിയുടെ ജോലിയൊക്കെ അവിടെ വിട്ടേച്ചാ ഇങ്ങോട്ട് വന്ന്. എനിക്ക് ജോലി പോലും റെഡിയാണ്. സെറ്റായി. ഇതൊന്നും ആലോചിക്കാനില്ല. അപ്പൊ നമ്മളെല്ലാം തീർച്ചയായിട്ടും ഒർലാൻഡോയിൽ ഇനി ആൾക്കാരെ കൊണ്ടുവരാം. താങ്ക് യു. യെസ്, താങ്ക് യു. യെസ്, എല്ലാരും Bye. കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെല്ലാരും പുറത്തു പോകേണ്ടിരുന്നപ്പോ ഗൂഗിൾ ഇപ്പോഴും ചായ മേടിച്ചോണ്ട് നിൽക്കുക.
എന്നാ മേടിക്കുന്ന എന്നാ ചെയ്യുന്നതെന്ന് പുള്ളിക്ക് പോലും അറിയില്ല. അപ്പോൾ പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്, കിളി പോയ കേസിൽ നിൽക്കുന്ന, കിളിയും കിളിക്കുഞ്ഞൊക്കെ പോയി നിൽക്കുക പുള്ളി ഇപ്പോൾ. അങ്ങനെ നമ്മൾ റിവ്യൂസ് ചായക്കടനെ പറ്റി ഫ്രം ഓർലാൻഡോ ടു കാലിഫോർണിയ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനിയും ഫോട്ടോസും വീഡിയോസും എല്ലാം ഷെയർ ചെയ്യായിരിക്കും. പ്ലീസ് ബി ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ ചാനൽ. തീർച്ചയായിട്ടും. ആൻഡ് ലൈക്ക് ഐ സെഡ്, സാൻ ഹോസെ കാലിഫോർണിയ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഗിവ് ദിസ് ചായക്കട ട്രൈ. ആംബിയൻസ്, ദ ഫുഡ്, എവറിത്തിങ് ഇസ് അമേസിങ്. അപ്പോൾ നിങ്ങൾ അവിടെ പോവുക, ട്രൈ ചെയ്യുക, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ട്സ് എവരി വൺ യു ആർ ഏബിൾ ടു ഗോ ആൻഡ് ട്രൈ. അത് തന്നെ ഒരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. സോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അപ്ഡേറ്റ്സ്.